നമ്മിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സ്നേഹമാണ്. നമ്മിലുള്ള സ്നേഹം ഏത് തരത്തിൽ ഉള്ളത് എന്ന് നാം സ്വയം വിചിന്തനം ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ്. പരസ്പരം കൊല്ലുകയും പഴിക്കുകയും പകയ്ക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന സ്നേഹത്തിൻ്റെ വിലയും ആഴവും അതിൻ്റെ നീളവും വീതിയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവവചനപ്രകാരം ജീവിക്കുക എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അതെ, നമ്മോട് കൂടെ ഇരിക്കുകയും നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കുകയും ചെയ്യുന്ന പലരെയും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മളോട് പിറുപിറുക്കുകയും നമ്മളെ ക്രൂരമായി ഉപദ്രവിക്കുകയും നമുക്ക് എതിരെ പരദൂഷണങ്ങൾ പറഞ്ഞു നടക്കുകയും ദ്രോഹം ചെയ്യുന്ന അനേകരെ നമുക്കൊരു പക്ഷേ അംഗീകരിക്കുവാൻ കഴിയാത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, എൻ്റെ അപ്പം തിന്നവരും എൻ്റെ പ്രാണസ്നേഹിതന്മാർ പോലും കുതികാലുയർത്തുന്നു. അതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പല സമയങ്ങളിലും നമുക്ക് നേരെ കടന്നു വരുവാൻ കഴിയും. എന്നാൽ നാം മനസ്സിലാക്കുക, അടിക്കുന്നവർക്ക് വേണ്ടി മുതുകിനെയും പറിക്കുന്നവർക്ക് വേണ്ടി കർണത്തെയും കാണിച്ചു കൊടുത്തതാണ് നമ്മെ സ്നേഹിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മെ അരുമനാഥൻ്റെ സ്നേഹം. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അംഗീകരിക്കുവാൻ, ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചിട്ട് നമ്മെ കരുതുന്നവരെ കരുതിയിട്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കുവാൻ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വചനം അംഗീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ ന്യായങ്ങളെ, സത്യങ്ങളെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു പോരാളിയായ വിശ്വാസിയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ദൈവഹിതമറിഞ്ഞ് ശത്രുവിനെ സ്നേഹിപ്പാൻ തക്കവണ്ണം നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.